അതായത് അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ നിർത്തിയല്ലേ പോവുള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ട ഫസ്റ്റ് ഇന്ത്യാസ് ഫുഡ് ബൈക്കാണ്. പ്രിയ ഈ മൗണ്ടൻസൊക്കെ നോക്കി മോമോസ് കഴിക്കും. പ്രിയ മൗണ്ടൻസിൽ നോക്കി മോമോസ് കഴിക്കും. ടെമ്പിൾ ഓൺ എ മൗണ്ടൻ സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്. അതാണ് ഇവിടെ. Everywhere. Since 20 years with family, he's taking care of this place alone with no one else. ഞങ്ങൾ ഇടയ്ക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരു സ്റ്റോപ്പ് എടുത്തു. കാരണം എന്താണെന്നറിയോ, പ്രിയക്ക് കുട വാങ്ങണം. എന്നിട്ട് വാങ്ങിയോ? കുട ഇല്ലാതെ ഹിമാചലിലും പ്രിയ നടക്കുന്നതായിരിക്കില്ല. ഇതിന്റെ സൈസ് ഞാൻ ബാക്കിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഭയങ്കര ടൈറ്റ് ഗെയിം നടക്കുകയാണ് ദില്ലുവും ഡാഡിയും തമ്മിൽ. ഇതുവരെ പക്ഷെ ആർക്കും പോയിന്റ് കിട്ടിയിട്ടില്ല. ഹായ് ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഐ എം വേക്കിംഗ് അപ്പ് ടു ദ മൗണ്ടൻസ്. നേരെ ആദ്യമേ വ്യൂവിലേക്ക് പോട്ടെ. അതൊരു വ്യൂ മൗണ്ടൻസിന്. രണ്ടാമത്തെ വ്യൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഫ്ലോറിംഗിൽ ഇരുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ വൺസ് അഗെയിൻ എ വെരി ഗുഡ് മോർണിംഗ്. ഹോപ്പ് യു ഹാവിങ് എ ഗുഡ് ബിഗ് സ്മൈൽ ഓൺ യുവർ ഫേസ് ടുഡേ മോർണിംഗ്. ആൻഡ് എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും പറയില്ല, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മുടെ മോൻ എഴുന്നേക്കുന്നതേ ഉള്ളൂ. രാവിലെ കംഫി കിടക്കുവാണ് മോൻ. കംഫി കിടക്കുവാണ് മോൻ. അല്ലേ അല്ലേ? Yes. Comfy മോൻ. Yes. Comfy മോൻ. Yes. അപ്പൊ പ്രിയൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രിയക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കാട്ടി കൂടുതൽ താല്പര്യം വ്യൂ ആണ്. അല്ലേ പ്രിയ? അല്ലേ? അപ്പൊ എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റിന്? ബനാന, പപ്പായ, ബ്രെഡ്. ഇത് ബ്രെഡ് ടോസ്റ്റ് ആണ്. ഇത് ചീസ് ഓംലെറ്റ്, ഫ്രഷസ്റ്റ് ജ്യൂസ് ഫ്രം ദ മൗണ്ടൻസ്, ജാം ആൻഡ് ബട്ടർ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ വന്ന് നമ്മൾ റിലാക്സ് ചെയ്യാനാണ്. ഇവിടെ വെറുതെ ഇരിക്കുക, റിസോർട്ടിൻ്റെ അകത്തൊക്കെ നടക്കുക. ഏത് റിസോർട്ടിൽ പോയാലും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഒരു കാളി ടെമ്പിൾ ഉണ്ട്. വിച്ച് ആ ഒരു ഡ്രൈവും ആ ഒരു ടെമ്പിളും ഇസ് സെറ്റ് ടു ബി വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ് ഈസ് വെരി ഡിവൈൻ. ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്ഥലമാണ്. സോ ഞാൻ പറഞ്ഞ എല്ലാ സ്പിരിച്വൽ സ്ഥലങ്ങളും ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ ഹലോ എവ്രിവൺ. ഇനി നമ്മൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറേ നേരം റൂമിലൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ ഇറങ്ങുവാണ്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്പിരിച്വൽ ടൈപ്പ് ടൂറാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ടെമ്പിളിൽ പോകണം. ഗുരുദ്വാര ഉണ്ടെന്ന് പറയുന്ന ഒരെണ്ണം. അതായത് ഇവിടെ ഒരു ചെയിൽ പാലസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പം അത് ഹോട്ടലാണ്, പക്ഷെ കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അതല്ലാതെ ഇന്നത്തെ ഡ്രൈവും ഭയങ്കര സീനിക് ആയിരിക്കും. ആൻഡ് ഇവിടുത്തെ ഈ മൗണ്ടൻസിലുള്ള ഈ അമ്പലങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു എനർജിയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോവാം. ഡാഡി, നമ്മളിന്ന് പോകുന്നതേ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കാളി ടെമ്പിളിലാണ്. നല്ലതല്ലേ? നമ്മൾ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ എല്ലാവരും ഇവിടുത്തെ ഉള്ള റിലീജിയൻ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും അവിടെ പോവാറുണ്ടെന്ന്. കാരണം അത്രയും നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയി വിസിറ്റ് ചെയ്യണ്ടേ? ഇരിക്കണം, കാണണം. പിന്നെ ഒരു ഗുരുദ്വാരയുണ്ട് ഇവിടെ അടുത്ത്, അവിടെയും പോവാം. നല്ല ഫുഡും കഴിക്കാം. അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കിലൊക്കെ എല്ലായിടത്തും പോകണം. ഓക്കെ, നമ്മളൊരു 1 കിലോമീറ്റർ 5 കിലോമീറ്റർ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വന്നു. എന്നിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയട്ടെ. ഇനി ഇവിടുന്നാണ് നമ്മുടെ കാളി ടെമ്പിളിലേക്ക് പോകുന്നത്. ഡാഡി, ഇവിടുന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡ്രൈവ് ആയിരിക്കും ഡാഡി. മരങ്ങളാണ്, എല്ലാം പൈൻ മരങ്ങളാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വലിയ മൗണ്ടൻസും. പ്രിയ, ഇനി ഇവിടുന്ന് നേരെ ഫോറസ്റ്റിൽ നിന്ന് ഫുൾ 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഡ്രൈവ് ഇസ് ത്രൂ ദ ഫോറസ്റ്റ്, മൗണ്ടൻ ഫോറസ്റ്റ്. നല്ലതായിരിക്കും. നോക്കി, നല്ല തണുപ്പ്, നല്ല വെതറും, നല്ല ഡ്രൈവും, നല്ല റോഡും. എന്ത് വേണം? അതായത് അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ നിർത്തിയല്ലേ പോവുള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ട ഫസ്റ്റ് ഇന്ത്യാസ് ഫുഡ് ബൈക്കാണ്. നോർത്ത് ഇന്ത്യാസ് ഫസ്റ്റ് ഫുഡ് ബൈക്ക്. അപ്പോൾ അത് കണ്ടാൽ പിന്നെ ഞാൻ നിർത്താതിരിക്കുമോ? ആൻഡ് ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയോ? നമ്മുടെ ഫേവറേറ്റ് മോമോസ്. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഓഫ്, എങ്ങനെ വാവ് പറയാതിരിക്കും? ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്, ഹൗ ബ്യൂട്ടിഫുൾ, അൺബിലീവബിൾ. നോ, നല്ല
നല്ല തണുത്ത കാറ്റും, ഫീലിംഗ് സോ ഹാപ്പി, അത്രേ എനിക്ക് പറയുള്ളൂ. ഞങ്ങൾ വന്ന റോഡും ഈ ഒരു ഫോറസ്റ്റിൽ കൂടെ ഒക്കെ വന്നതേ എന്തൊരു രസമായിരുന്നു, അടിപൊളി. ഞാൻ പ്രിയനെയും വേദുവിനൊക്കെ ഒന്ന് ഇറക്കാം, വെറുതെ എല്ലാവരും കാരണത്ത് ഇരിക്കണ്ടല്ലോ. വേദു അപ്പ സിറ്റ് ആക്കാൻ പോവാണേ. വേദു അപ്പ സിറ്റ്, വേദു അപ്പ സിറ്റ്, മാറ്. ആ അപ്പ സിറ്റ്, മാറ് മാറ്. അപ്പ ഇരിക്കട്ടെ, അപ്പ ഇരിക്കട്ടെ. ആ അപ്പ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്ഥലം തന്നു കണ്ട. അപ്പ മോന് ഓടിച്ചോട്ടാ, മോങ്ങ് ഓടിച്ചോട്ടാ. അപ്പ മോമോസ് കഴിച്ചിട്ട് വരാം. ബാബാ പോവാം പോവാം പോവാം. പ്രിയ ഈ മൗണ്ടൻസിലൊക്കെ നോക്കി മോമോസ് കഴിക്കും പ്രിയ. മൗണ്ടൻസിൽ നോക്കി മോമോസ് കഴിക്കും. മൗണ്ടൻ കഴിക്കാൻ പറ്റില്ലല്ലോ, കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കഴിച്ചാന്. ഫസ്റ്റ് ബൈക്ക് ഡാഡി, നോർത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ബൈക്ക്. നല്ല ഹെൽത്തി മോമോസ്, ചൂട് മോമോസ്. ആ എടുക്കാം വാ ഡാഡി, ഇൻസ്പെക്ട് ചെയ്യാം നാട്ടിൽ തുടങ്ങാൻ പറ്റുമെന്നുള്ള ഐഡിയ ഉണ്ട്. ഇതുണ്ട് അകത്തെ സിലിണ്ടർ ഒക്കെ ഉണ്ട്. അത് ബുള്ളറ്റ് ആണ് അവര് ബൈക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഈ ചെലത്ത ഗാഡി, ചെലത്ത ഓടുന്ന വണ്ടിയാ. പ്രിയ തണക്കുന്നു രാവിലെ തന്നെ. അത് മോമോസ് കഴിക്കുമ്പോ ശരിയാവും പ്രിയ. ഈ ലെഫ്റ്റിലേക്കുള്ള വ്യൂ നോക്ക്, പിന്നെ എന്ത് വേണം? അത് ഇപ്പൊ തരുന്നുണ്ട്. എന്തൊരു ഭംഗിയാ നോക്ക് പ്രിയ. എനിക്ക് മൗണ്ടൻസ് പോവാനേ തോന്നില്ല. നമുക്ക് മൗണ്ടൻസ് എവിടെയെങ്കിലും ഒരു വീട് ഇന്നലെ പറഞ്ഞില്ലേ മൗണ്ടൻസിന്റെ അവിടെ നമുക്ക് അങ്ങനെ ഒരു വീട് കെട്ടാം. അങ്ങനത്തെ ഒരു വീടൊന്നും ഇപ്പൊ കെട്ടാൻ പറ്റില്ല. നമുക്ക് ആദ്യം ഇപ്പൊ പറ്റില്ല, സ്ഥലം വാങ്ങിച്ച്. മൗണ്ടൻസിൽ വലിയ വിലയൊന്നുമില്ല. എന്നാ കുറച്ച് അന്വേഷിച്ചാ 10 രൂപയ്ക്കൊന്നും കിട്ടൂല. ഡാഡി ഞങ്ങക്ക് മൗണ്ടൻസിൽ ഒരു നല്ലൊരു വീട് വെച്ച് ഒരു ഹോം സ്റ്റേ പോലെയൊക്കെ നടത്തണ്ടേ? അല്ലേ? പക്ഷെ അവിടെ ഫാമിലി ആയിട്ട് പോവാൻ പറ്റുമല്ലോ. അല്ല, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. റെന്റിന് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മളെപ്പോഴും അവിടെ ആയിരിക്കും. എപ്പോഴും അവിടെ പോയിരിക്കില്ല. ആ വേദോ പോവാം പോവാം ബാ പോവാം. നോ 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 യെസ് 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 യെസ്. ആ ചേട്ടൻ വേദുവിന് ഫ്ലവർ കൊടുത്തിട്ട് പോയി. വേദുവിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായത്. അപ്പൊ ഒരു ഫ്ലവർ പിടിച്ചോളെ. വേദു എന്താ, ആരാ ഇത് തന്ന മോന്? ആരാ ഇത് തന്ന? അമ്മേനെ കാണിച്ചു കൊടുക്ക് ഇപ്പൊ, അമ്മേനെ കാണിച്ചു കൊടുക്ക. അങ്കിള് മോന് തന്നാന്ന് കാണിച്ചു കൊടുക്ക. ആ ഇതേ അങ്കിള് വേദുവിന് കൊടുത്താന്ന്. നാട്ടിൽ എനിക്ക് അത്രയും കുഴപ്പമായിട്ട് തോന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ സ്ട്രീ ഡോഗ്സ് ഇങ്ങനെ നമ്മുടെ അടുത്ത് എപ്പോഴും വന്ന് നിൽക്കും. എപ്പോഴും ഫുഡ് കൊടുക്കണം കേട്ടോ. കാരണം അവർ ടൂറിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി, അവർ ഹാപ്പി ആയിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. പ്രിയ കഴിക്കും, ബൗബോ കഴിക്കും, വേദുവും കഴിക്കും, ഡാഡിയും കഴിക്കും. 2 മോമോസ് കഴിച്ചു ഇവൻ ഓൾറെഡി. എന്നാലും നമുക്ക് പപ്പടം വടം കൂടെ കൊടുക്കാം. അതേ ഉള്ളൂ, ബിസ്ക്കറ്റ് ഇല്ല ഇവിടെ. എന്നാ പപ്പടം അവിടെ കഴിച്ചേ പോയിക്കോ. അതിന് പേടിച്ചിട്ട് വിശന്നിരിക്കുവായിരുന്നത്, ടൂറിസ്റ്റ് ഇല്ലാത്തോണ്ട്. ആ അതെ, ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. വിശക്കുന്ന മനുഷ്യരാണെങ്കിലും പട്ടിയാണെങ്കിലും ആരാണെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതിനെ കാട്ടി വലിയ പുണ്യം വേറെ ഒന്നും ഇല്ലാന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് പേഴ്സണലി. അപ്പോൾ നമ്മൾ എത്തി കാളി ടെമ്പിളിൽ. ഇറ്റ് ഇസ് സോ സെറീൻ ആൻഡ് സൈലൻറ്റ്. ജസ്റ്റ് വന്നതേ ഉള്ളൂ. എന്തായാലും നോക്കട്ടെ, അധികം ആൾക്കാരൊന്നും ഇല്ല. എന്തായാലും ഫുള്ളി വൈറ്റ് മാർബിളിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതോ അത് ഇത് തന്നെയായിരുന്നോ? ഇത് അവര് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഫുൾ ചെയിലിന്റെ ഏത് ഹൈ പോയിന്റിൽ നിന്നാലും കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് വേദു കയറി പോകുന്നു. വേദുവിന്റെ ഷൂസ് ഊരിപ്പിക്കും പ്രിയ. ഇത് എന്താ, ഇവിടെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വൈറ്റ് മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നേരം ഇവിടെ ഒക്കെ വന്ന് വൈകുന്നേരമൊക്കെ ഇരിക്കുമ്പോൾ എന്ത് രസമായിരിക്കും.
പ്രിയ എന്താ ഇരിക്കുന്ന ഇവിടെ? അമ്പലത്തില് പോയാൽ ഇരിക്കണം. എല്ലാവരും ഇരിക്കുന്ന കണ്ടിട്ടില്ല. അതുണ്ട്, വേദ് മാത്രം ഇരിക്കില്ല, എനിക്കറിയില്ല, എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് നമ്മളും ഇരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇരിക്കാൻ പൊതുവെ ഇഷ്ടമാണല്ലോ. പ്രിയ അത് ഇരുന്നിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ, ഇവിടുത്തെ വ്യൂ നോക്കണേ. ജസ്റ്റ് സീ ദിസ്, അമ്പലത്തിൽ നിന്നുള്ള വ്യൂ ആണ്. എന്തൊരു ഭംഗിയാന്ന് നോക്ക്. എല്ലാവരും ആക്ച്വലി ഇവിടെ ഒരു വാൻറ്റേജ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ഒരു ഭംഗി കാണാൻ. സറൗണ്ടഡ് മൗണ്ടൻ, വിച്ച് ടെമ്പിൾ ഓൺ എ മൗണ്ടൻ സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്. അതാണ് ഇവിടെ. ജസ്റ്റ് സീ ദിസ് എവ്രിവെയർ, എവിടെ നോക്കിയാലും മൗണ്ടൻസ് തന്നെയാണ്. ഈ സൈഡിൽ കുറച്ച് ദൂരെയാണ്, പക്ഷെ ഇവിടെ കുറച്ചും കൂടെ അടുത്താണ്. അതിന് ഇവിടുത്തെ മൗണ്ടൻസ് ഒക്കെ പ്രത്യേകത എന്താണെന്ന് പറയാം, മറ്റേ ഫുൾ റോക്സ് അല്ല, എല്ലാത്തിലും ചെടികളും ഉണ്ട്. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഈവൻ ഇവിടുത്തെ അമ്പലത്തിലെ ചെടികളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ പ്രിറ്റി, മൈ ഗോഡ്. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും പോസിറ്റിവിറ്റിയും ജസ്റ്റ് ഫീൽസ് നൈസ്. ശരിക്കും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഏത് റിലീജിയൻ ആണെങ്കിലും നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ വിസിറ്റ് ചെയ്യണം. ഇവിടെ കുട്ടി ഗണപതി ഇരിക്കുന്നുണ്ട്. അതല്ലാതെ ഹനുമാൻ. ഏത് പൈസ ഇടാൻ പോവാണ്, ഏത് പൈസ ഇടാണ്. പൈസ ഇട്ടോ. ഗുഡ് ബോയ്. ഓക്കെ, ഇത് ഹനുമാന്റെ പ്രതിഷ്ഠയാണ്. പക്ഷെ എനിക്ക് ഹനുമാന്റെ പ്രതിഷ്ഠ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ നമ്മുടെ എറണാകുളത്ത് അമ്പലത്തിൽ ഈ ഹനുമാന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് പ്രസാദമായിട്ട് തരുന്നത് മായപ്പൊടിയാണ്. അത് ഭയങ്കര ടേസ്റ്റിയാണ്. പ്രിയക്ക് ഇഷ്ടമാണോ പ്രിയ മായപ്പൊടി? അത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുവൈറ്റിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ പോകുന്ന അമ്പലം അതാ. കാരണം അതിൽ നിന്നൊരു 10-20 പാക്കറ്റ് വാങ്ങി ഡെയിലി ഇരുന്ന് അടിക്കുക. ഭയങ്കര ടേസ്റ്റാണ് എറണാകുളത്ത് അമ്പലത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിലെ മായപ്പൊടി. പിന്നെ കുട്ടി ഗണപതിനെ കണ്ടോ? നല്ല രസമില്ലേ? ആ ഡാഡി, ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഭാഗ്യമല്ലോ ശരിക്കും. നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചല്ലേ ഹിമാചലിലെ ചെയിലിൽ കിടക്കുന്ന കാളി ടെമ്പിളിലൊക്കെ നമുക്ക് വരാൻ പറ്റുമെന്ന്. എന്തൊരു ഭാഗ്യം. ഇവിടുത്തെ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരുദ്വാരയുണ്ട്. പക്ഷെ എനിക്ക് ഇതൊക്കെ എന്താണെന്നറിയോ, ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ പ്ലേസ് ഓഫ് വേർഷിപ്പിൽ നിന്നും കാണാം കേട്ടോ. മുകളിലാണ് ഗുരുദ്വാര, നമുക്ക് അങ്ങോട്ട് കയറി പോകണം. പക്ഷെ എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഇത് കണ്ട ഓൾ ട്രീസ്, ആ ട്രീസിൽ കൂടെ ഇടയ്ക്കൂടെ വരുന്ന സൺലൈറ്റും അങ്ങനത്തെ ഒക്കെ സ്ഥലത്താണ് ഇങ്ങനത്തെ ഇവർ ഈ ഒരു ഗുരുദ്വാരയോ അമ്പലമോ ഒക്കെ വെച്ചിരിക്കുന്നത്. ഏതൊന്നും വല്ലതും പറയാനുണ്ടോ? ആ ഓക്കെ. ഓ പ്രിയതേ, അവിടെ ഏതോ ഓൾട്ടർനേറ്റീവ് റൂട്ടൊക്കെ കണ്ടുപിടിച്ച് വലിയ ട്രെക്കിംഗ് സ്റ്റാറൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഡാഡിക്ക് സ്റ്റെപ്സ് കയറാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് ഡാഡി ഇവിടെ ഇരിക്കുക. അപ്പൊ ഞങ്ങളിത് പോയി തൊഴുതിട്ട് വരാം. ഡാഡിയുടെ 1907 ഉണ്ടാക്കിയ ഗുരുദ്വാര ഇത്. ആക്ച്വലി ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി നിഗ്ലക്റ്റഡ് ആയിരുന്നു. ഓക്കെ, ഗവൺമെൻറ് എടുത്തു, പക്ഷെ നിഗ്ലക്റ്റഡ് ആയിരുന്നു. അങ്ങനെ പഞ്ചാബിൽ നിന്ന് നമ്മുടെ സാറ് വന്നിട്ടാണ് ഇത് തുടങ്ങിയത്. നമസ്തേ സർ, आपका नाम जरा बोलिए. आप जिस जगह आप ये दर्शन कर रही है गुरुद्वारा साहब चैल है। ये गुरुद्वारा साहब 114 ईयर ओल्ड है, 1907 का बना हुआ है। ये कैप्टन अमरिंदर जो पंजाब के चीफ मिनिस्टर है, उनके दादाजी की ये समर कैपिटल थी। तो जब उन्होंने अपनी समर कैपिटल बनाई तो सबसे पहले स्टार्टिंग गुरुद्वारा साहब से हुई है। ये चैल समर कैपिटल था? यस, ओके, दिस वाज द समर कैपिटल ऑफ महाराजा भूपिंदर सिंह ऑफ पटियाला। ओके, वो चैल पैलेस भी उसका ही है? यस, पूरा शहर उन्होंने बसाया। ओके, और आप कब से यहाँ हैं? ये गुरुद्वारा साहब पहले जब रियासत खत्म हुई तो ये पंजाब पेप्सू के अंडर था। हिमाचल बनने के बाद ये गुरुद्वारा साहब का अंडरटेकिंग हिमाचल गवर्नमेंट के अंडर आ गई। तो मैं प्रितपाल सिंह यहाँ पिछले 20 साल से ये गुरुद्वारा साहब की सेवा संभाल कर रहा हूँ अपनी तीनों बेटियों के साथ। 20 years. 20 years. Yes, since Singh Saab 20 years with family. He's taking care of this place alone with no one else since 2001. And this was a fully neglected thing. Singh ji alone raised the money through donations and stuff,
and he made this as beautiful as it is today. Through Facebook. Through Facebook. And internet services, social networking. Through social networking. ഇത് ആക്ച്വലി ഫുള്ളി നിഗ്ലക്റ്റഡ് ആയിരുന്നു. ഗവൺമെന്റ് പൈസ അങ്ങനെ കൊടുക്കില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ സിംഗ് സാബ് നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് സോഷ്യൽ നെറ്റ്വർക്കിങ്ങും അമേരിക്കയിൽ അവിടെ നിന്നൊക്കെ ഡൊണേഷൻ വാങ്ങിയാണ് ഇത്രയും ഭംഗിയാക്കി ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബഹുത് ഖൂബ്സൂരത്ത് ഈ ജഗ. We have place for staying facilities for 16-17 people. 16-17 people. Yes, dormitory available we है have यहाँ. dormitory and clean beds. सब कुछ है. खाना भी मिलेगा. Basic facilities, English, Latin, bathroom, सब कुछ है. geyser, etc. सारी फैसिलिटी है. നിങ്ങളിവിടെ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവര് ഈ ഗുരുദ്വാരയുടെ തന്നെ ഡോമിറ്ററി ഉണ്ട്. ഏകദേശം 100-150 രൂപയുള്ളൂ. അവിടെ ഇംഗ്ലീഷ് ബാത്റൂം ഉണ്ട്, ക്ലീൻ ബെഡ്സ് ഉണ്ട്, ഇവർ തന്നെ ഹോം കുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വളരെ ബഡ്ജറ്റ് സ്റ്റൈലാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറ്റും. പ്രിയ, ഇവർക്ക് ഐഡൽ വർഷിപ്പ് ഇല്ല. അപ്പോൾ ഈ ഗുരുഗ്രാം സാഹിബ് എന്ന് പറഞ്ഞാൽ അവരുടെ ബുക്ക് ഉണ്ട്, നമ്മുടെ ഗീത ബൈബിളൊക്കെ പോലെ, അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇത് ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഡിപ്പെൻസ്, ഈ ഗുരുദ്വാര അവരുടെ ഒരു ലോക്കൽ ഹെറിറ്റേജ് കൾച്ചർ വെച്ചാണ് ചെയ്യുന്നത് അല്ലേ. അത് ജസ്റ്റ് ഒരു സിംബിളൈസിങ് ആണ്. ബുക്കാണ് മെയിൻ, പക്ഷെ അത് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. എന്തായാലും എവ്രി വൺ ഹു കംസ് ടു ചേൽ മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ് അല്ലേ. ഇറ്റ്സ് റിയലി ഗുഡ്, റിയലി ഗുഡ്. ഒരുപാട് ഹിസ്റ്ററി പഠിക്കാം, സിംഗ്ജിയായിട്ട് സംസാരിക്കാം, പ്രിയനെ പോലെ തലക്കെട്ട് കേട്ടാം. हम गुरुग्राम साहब को एक लिविंग गुरु मानते हैं. या तो इनके रेस्ट के लिए ये बेड है. ये शाम को हम इधर बेड पे ഇത് ഗുരുഗ്രാം സാഹിബ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് അവർ ലിവിങ് ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന് കിടക്കാൻ വേണ്ടി രാത്രി ഇവിടെ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ ഇടയിൽ കണ്ടിട്ട് ബെഡ് എന്താ ഇവിടെ. तो शाम पे आप ये दरवाजा खोल देगा या? नहीं, ये तो किसी टाइम भी खोल सकते, कवर करते हैं थोड़ा. ओके, तो यहाँ कोई भी नहीं सोता है? ना 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 ना, यहाँ जब गुरुग्राम साहब वहाँ से जब गुरबानी खत्म करके सुबह शाम पाठ पूजा होते हैं, पाठ पूजा खत्म करके तो संध्या के टाइम उसके बाद फिर यहाँ. तो हर गुरुद्वारा में ऐसा होता है? हाँ जी हाँ जी हाँ जी. ये देखो, ये हमारे और भी है 2-3 गुरुग्राम साहब है ना. कई बार किसी के घर में पाठ करना है तो ये होली बुक है. होली बुक है. गुरुग्राम साहब. हमको ये सब नहीं पता था. बहुत अच्छा हो गया ये सब सुनकर लिए. कोई इन्फॉर्मेशन नहीं, आप तो सिर्फ बस माथा टेक के आ जाते हैं ना. कोई इन्फॉर्मेशन देने वाला नहीं है. नहीं है, सिर्फ प्रसाद देकर हमको भेजता है. हम मैंने 2-3 प्रसाद तो जरूर होता है. वो ठीक है, लेकिन ये सब बोलने के लिए कोई भी रुकता भी नहीं है और ये दिखाता भी नहीं है. बहुत खुश हो गया. हम लोग वहाँ खड़ा प्रसाद बनता है ना गुरुद्वारों में, गरम गरम, वो तो नहीं हम बनाते हैं. नॉर्मली गुरुद्वारा में वो बहुत गर्म वाला प्रसाद मिलता है. ശരിക്കും ഗുരുദ്വാരയിൽ നല്ല ചൂടായിട്ട് ഒരു കേസരിയുടെ സംഭവമാണ് പ്രസാദമായിട്ട് തരുന്നത്. ഇവരുടെ കയ്യിൽ പിന്നെ ഫണ്ട്സ് ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഡൊണേഷനിൽ മാത്രം വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഇത് തരുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ലേ, ഇങ്ങനെയൊക്കെയാ ഗുരുദ്വാരാന്ന്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ലേ. അതായത് ഞങ്ങൾ ഇടയ്ക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരു സ്റ്റോപ്പ് എടുത്തു. കാരണം എന്താണെന്നറിയോ, പ്രിയക്ക് കുട വാങ്ങണം. എന്നിട്ട് വാങ്ങിയോ? കുട ഇല്ലാതെ ഹിമാചലിലും പ്രിയ നടക്കുന്നതായിരിക്കില്ല. അവസാനം കുട വാങ്ങി. അതിൻ്റെ കൂടെ വേദുവിന്, ഇന്ന് നമുക്ക് അവിടെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, വേദുവിന് ഒരു ക്രിക്കറ്റ് ബാറ്റും ബോളും വാങ്ങി. അപ്പൊ ഇന്ന് ഡാഡി ആയിരിക്കും, ഡാഡിയും വേദും ക്രിക്കറ്റ്. ഡാഡി കളിക്കുമല്ലോ? ഞാൻ കളിക്കും. പ്രിയ ഫീൽഡ് ചെയ്താണ് കേട്ടോ. ഓടാൻ ഞങ്ങൾക്ക് ഒരാളെ വേണം. കുറച്ച് വണ്ണം കുറയും ഓടിയാൽ. അതെ, ഞങ്ങൾ അടിക്കാം, പ്രിയ ഓടിപ്പോ എടുത്താ മതി. വേദു ബോൾ എടുക്കോ? വേദു ബോൾ ഇടും. ആദ്യമായിട്ടാണ് നമ്മളൊരു ഹോട്ടലിന്റെ അകത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി 100 രൂപ പെർ പേഴ്സൺ കൊടുക്കുന്നത്. അതെന്താണെന്നറിയോ, ഇതൊരു ഹെറിറ്റേജ് ഹോട്ടലാണ്. ഇത് പാലസ്, ചേൽ പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇത് ഭൂപിന്ദർ സിംഗിന്റെ പാലസ് ആയിരുന്നു, ഒരു 18th സെഞ്ചുറിയിൽ ഉണ്ടാക്കിയതാ. സോ നമ്മളിവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എൻട്രൻസ് കൊടുത്ത പൈസ അഡ്ജസ്റ്റ് ആവും. ഫുഡ് കഴിക്കണമെങ്കിൽ ഒന്നും അഡ്ജസ്റ്റ് ആവില്ല. പക്ഷെ ഇവിടം വരെ വന്നതുകൊണ്ട് എന്തായാലും ഇതൊന്ന് കയറി കാണണം. കാരണം ഒരു ഇവിടെ ഉള്ള ആകെക്കൂടെ ഉള്ള ഒരു പാലസ്, എനിക്കൊന്ന് ഹിമാചലിലുള്ള ഒരു പാലസ് ഇത് തന്നെയാന്ന് തോന്നുന്നു. നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഹോട്ടൽ വരെയുള്ള ഡ്രൈവ് തന്നെ കണ്ട എല്ലാം ഈ ഫോറസ്റ്റിൽ കൂടെ തന്നെയാണ്. ഭയങ്കര വെൽ മെയിൻറ്റൈൻ പ്രോപ്പർട്ടിയാണ് കേൾക്കുന്നത്. ഇപ്പൊ ഹിമാചൽ ടൂറിസത്തിന്റെയാണ്. ഇവിടെ ലോൺ ഉണ്ട്, കഫേ ഉണ്ട്, റൂംസ് ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. എന്തായാലും ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി കണ്ടിട്ട് പോവാം. വെൽക്കം ടു ചേൽ പാലസ് ഹോട്ടൽ. ആദ്യം തന്നെ ഇത് കണ്ടോ? പ്രിയയുടെ റിലേ ഒക്കെ പോയി ഇത് കണ്ടപ്പോ തന്നെ എന്താ ഇത്രയും സന്തോഷം മിറാണ്. ആർക്ക് കണ്ണാടി നോക്കാൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സെൽഫ് ലവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓൾവേസ് ലവ് യുവർ സെൽഫ്. അതിന് കണ്ണാടി വളരെ ഇമ്പോർട്ടന്റ് ആണ്.
എവിടെ കണ്ടാലും നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കുക, സ്വന്തമായിട്ട് നോക്കി ആസ്വദിക്കുക. എന്നും കണ്ണാടി ഇല്ലെങ്കിൽ ഫോണെങ്കിലും എടുത്ത് നോക്കുക. ഡാഡി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? പണ്ട് സിംലയിൽ വരുന്ന വഴിക്ക്. എന്നിട്ട് ഡാഡി കുറെ ആപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നു. ആപ്പിളൊക്കെ കാറിന്റെ അകത്ത് നിന്ന് മങ്കി എടുത്തോണ്ട് പോയി. ഇപ്പൊ കാറിനകത്ത് കയറിയില്ലോ. ഞാൻ ക്ലാസ് താത്തിട്ടിരിക്കുന്നു, മങ്കി വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഭയങ്കര ഡേഞ്ചർ ആണ് ഇവിടുത്തെ മങ്കി. എനിക്ക് പേടിയാ മങ്കീനെ. പ്രിയ, ഇവിടെ സ്നോയില് ആ പാലസ് ഇരിക്കുന്നു നോക്ക്. സ്നോഫോൾ ഉള്ളപ്പോ രസമല്ലേ? ഇതാണോ പാലസ്? എന്തായാലും പഴയ ഹെറിറ്റേജ് സൈറ്റ് ആണ്. സോ ബ്യൂട്ടിഫുൾ. See the furniture. See the chair. Oh. See this chair. Wow, this is so nice. അടിപൊളി അല്ലേ? Nice. ഇതൊക്കെ ശരിക്കും പാലസ് ഒരു 200 ഇയേഴ്സ് പഴക്കമുണ്ട്. ബാരല്. നൈസ് നോ? ആക്ച്വലി ഇതിപ്പോ ഗവൺമെന്റ് മാനേജ്ഡ് ആണെങ്കിലും ഇറ്റ്സ് ലുക്കിംഗ് റിയലി നൈസ് നോ? ഒട്ടും മെയിൻ പ്രൊമോട്ട് ചെയ്യാനായിരിക്കും. 100 രൂപ വെച്ച് മേടിക്കും. വാവ്, ഷാൻഡ്ലർ. പാത്തുണ്ടെങ്കിൽ ഇപ്പൊ പിയാണോ വായിച്ചാൻ കേട്ടാ. വന്ന് കാണണ്ടേ ഗ്രാൻഡ് പിയാനോ. ഇതൊക്കെ പഴയതാണ് ശരിക്കും. ഇവിടെ മിറർ ഉണ്ട് പ്രിയ, നോക്കിട്ട് പോ, നോക്കിട്ട് പോ. ഏത് ഈ പാലസസില് കൂടുതലും മിറേഴ്സ് കാണും. അതെ, കോറിഡോറിലും എല്ലായിടത്തും കാണും. ഇവിടെ മിറർ. എന്തൊരു ഹ്യൂജ് ലുക്ക് അറ്റ് ദ ഹൈറ്റ് ഓഫ് ദ സീലിംഗ്. ഒരു 4 നില ഹൈറ്റ് ഉണ്ട്. അതെന്താ സ്റ്റാൻഡാ? നമുക്കൊന്ന് ജസ്റ്റ് നടന്ന് കാണാം വേറെ എന്തൊക്കെയുണ്ടെന്ന്. എന്ത് സൈസല്ലേ? ഇതിന്റെ സൈസ് ഞാൻ ബാക്കിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ മിററാണ് വീട്ടിൽ വേണ്ടത് അല്ലേ? അടിപൊളി. ആ ലോൺ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ലോൺ ഏരിയ. അത് നമുക്ക് വേണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാം. പ്രിയ, റൈറ്റ് സൈഡിൽ നോക്ക് വീണ്ടും. നമുക്ക് ഇവിടെ എടുത്താൽ മതിയായിരുന്നല്ലേ റൂം? ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി അല്ലേ? നമുക്ക് ഫുഡ് പോയി കഴിക്കാം. ഇത് നോക്ക് ഡാഡി, ഇതെന്ത് വെച്ചാ? ടൈൽസാ? ടൈൽ പെയിന്റിംഗ്. അത് ആദ്യമായിട്ടാ കാണുന്നത്. ഈ പാലസസിലേക്ക് എന്തോരം നടക്കാണ്ടല്ലേ? ഒരു റൂമിൽ മറ്റേ റൂമിൽ പോണെങ്കിൽ എന്തോരം നടക്കണം അല്ലേ? അതെ, പക്ഷെ നമുക്ക് സ്നോ കാണാനുള്ള യോഗയില്ല പ്രിയ. നമ്മള് വെറുതെ വിന്റർ ക്ലോത്ത്സ് ഒക്കെ എടുത്തില്ല. വെയിറ്റും കൂട്ടി പറ്റിയില്ല. പക്ഷെ രാത്രി ആവശ്യം വരുന്നുണ്ടല്ലോ. പക്ഷെ ഇത്ര ആവശ്യമില്ലായിരുന്നു അല്ലേ? പ്രിയ, കിങ്സ് ഡൈനിങ് എന്നാണ് ഇവിടുത്തെ ഡൈനിങ് റൂമിന്റെ പേര്. കിങ്ങൊക്കെ ഇവിടെ ഇരുന്നായിരിക്കും കഴിച്ചത്. അത് എന്തായാലും നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ. ഒന്നും ഒരു സാധാരണ രീതിയിലല്ല നമ്മൾ കഴിക്കുന്നത്. എല്ലാം എക്സ്ട്രാ ആണ്. എക്സ്ട്രാ എവിടെ ഇരിക്കാം. സംസാരിച്ച് വന്ന് ഒന്നും കഴിക്കാതെ പോയി. ഈറ്റ് ലൈക്ക് എ കിങ് എന്നൊക്കെ പറയാ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. എന്താ സംഭവം? സമയം 4 ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടാ. 4 o'clock ആയി. അപ്പോൾ ഇവിടെ ലഞ്ച് അവൈലബിൾ അല്ല, അപ്പോൾ സ്നാക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഔട്ട്ഡോർ ഒരു കിഡിലൻ കഫേ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സ്നാക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ സാൻഡ്വിച്ചും അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ആ ലോണിലിരിക്കുക. ഇവിടെ ഒരു ലോണാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ ലോണിലിരുന്ന് നമുക്ക് ഉള്ളത് വെച്ച് ഓണം അല്ലേ? അതെ. പ്രിയ, അകത്ത് ഫുഡ് കിട്ടാത്തതിന്റെ വിഷമം ഏരിയ കണ്ടപ്പോൾ മാറിയല്ലോ അല്ലേ? ഇവിടെ ഇരുന്ന് പ്രിയ ഒരു സാൻഡ്വിച്ചും കോഫിയൊക്കെ കഴിക്കുന്നതായിരിക്കും. കട്ട്ലറ്റ് ആണോ കഴിക്കാൻ പോകുന്നത്? ഞാൻ സാൻഡ്വിച്ചാ. എനിക്ക് സാൻഡ്വിച്ച് മതി. എന്തായാലും എന്തായാലും എന്ത് ഭംഗിയാ നോക്ക് പ്രിയ. കൂടി എനിക്കിപ്പോ ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമായി തുടങ്ങി. എന്തൊരു സെറ്റിങ്സ് ആണ് നോക്ക്. ഹിമാചൽ വന്ന ഇത് തന്നെയാണ്. എല്ലായിടത്തും സീനിക് സ്ഥലങ്ങളാണ്. ഇവിടെ ഇരുന്നാണ് നമ്മൾ ഈവനിങ് സ്നാക്ക് കഴിക്കാൻ പോകുന്നത്. ബട്ട് വി ആർ സറൗണ്ടഡ് ബൈ ദിസ് ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ആൻഡ് ഒരു സൈഡിൽ പാലസും. ഡാഡി എങ്ങനെയുണ്ട് ലോൺ? എന്താ ഡാഡി? ഡാഡി ഇതൊക്കെ കണ്ടാണ്. ഇതൊക്കെ ഒരു പുതുമയില്ലാന്ന്.
ഡാഡിയെ 2 വർഷം മുമ്പ് ഏഷ്യാനെറ്റ് കട്ട് ചെയ്തതാണ്, ഇപ്പോഴും വിളിച്ച് ബില്ലടയ്ക്കാൻ പറയുന്നത്. എന്തായാലും ഇവിടെ ഫുഡ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് പ്രിയ ചീസ് സാൻഡ്വിച്ച് കഴിച്ചു. ആൻഡ് ഞാൻ മാഗി നൂഡിൽസ്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. രാത്രി നമുക്ക് അടിപൊളിയായി കഴിക്കാം. നമ്മുടെ വീട്ടിലെ നല്ല ഫുഡാണല്ലോ. ഡാഡിയുടെ പക്ഷേ ടീ നല്ലായിരുന്നു ഒന്ന്, അല്ലേ? മസാല ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് തണുപ്പായി. അത് ഈ തണലത്തിരിക്കുമ്പളേ നല്ല തണുപ്പായിരിക്കും. ഇത് നോക്ക്, ഐസ്ക്രീം അല്ല, എന്തോ ചോക്ലേറ്റിന്റെ. അല്ല, ഞാൻ എനിക്ക് വാങ്ങിയതാ, അങ്ങോട്ട് തന്നോ. വേണോ? എന്താന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഓരോ സ്ഥലത്തെ ലോക്കൽ സാധനങ്ങളല്ലേ. ആ പക്ഷെ ചോക്ലേറ്റ് എന്തുവാ? നോക്ക്, പുഷപ്പ് എന്നാ പേര്. അതാ കമ്പൽസറി ആയിരിക്കും. ഓ അടിപൊളി പ്രിയ. അകത്തെന്തോ കാരമലൊക്കെയാ. വേണോ? വെരി ടേസ്റ്റി. ലോക്കൽ സ്വീറ്റ് ആണെങ്കിലും അടിപൊളി സാധനം കേട്ടോ. പുഷപ്പ്, ആ പേരെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ശരിക്കും കുറച്ചും കൂടെ സ്ഥലങ്ങൾ കറങ്ങാനുണ്ടായിരുന്നു, പക്ഷേ ഈ റൂമിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ വന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഹൗസ് കീപ്പിംഗ് ഒക്കെ അടിപൊളിയാണ്, ഫുൾ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. വേദു ഉറങ്ങി. എന്തൊരു നല്ല റൂമാണ് നോക്ക്, എന്തൊരു കംഫർട്ടബിളാണ്. അതിൻ്റെ ഒക്കെ കാട്ടി വലിയ ഹൈലൈറ്റ് ഇത് തന്നെയാണ്, ഈ ഒരു ബാൽക്കണി. പ്രിയ, ബാൽക്കണിയിൽ ഇരിക്കാൻ പോകണല്ലോ അല്ലേ? എനിക്ക് തോന്നി വരവ് കണ്ടപ്പോൾ തന്നെ. നമ്മൾ അതുകൊണ്ടാണ് നേരത്തെ തിരിച്ച് വന്നേന്ന്, ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനേ. അപ്പോൾ വൺസ് അഗൈൻ ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. ഞങ്ങൾ റൂമിലെത്തി. കുറച്ച് നേരം ഞാൻ നന്നായി ഉറങ്ങി, ഒരു 1 hour. വേദു ഉറങ്ങി. ആൻഡ് ഇനിയിപ്പം അവനെ കുറച്ച് നേരം കളിപ്പിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പൺ സ്പേസ് ഉള്ള റിസോർട്ട് ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ എവിടെയും പോകണ്ട. അതെ, ദൂരെ ഡാഡിയും വേദും ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. എനിക്കൊന്ന് ഒരു ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു. വേദു ഹായ് ഹായ് ഹായ്. ഇന്ന് എന്തായാലും ഭാഗ്യത്തിന് ഒരു ദിവസം കൂടി ഉണ്ട് ജയിലിൽ, അതുകൊണ്ട് ഇതൊക്കെ ഒന്നും കൂടെ എൻജോയ് ചെയ്യാം. വേദു കളിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക്. വേദു, ബാക്ക്ഗ്രൗണ്ടിൽ മൗണ്ടൻസാ വേദു. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ വേദുവിന്? ഇന്ന് വേഗം ഇരുട്ടി കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളി ക്യാൻസലായി, നാളത്തേക്കാക്കി. അപ്പോൾ ഞങ്ങൾ ഇൻഡോർ ഗെയിം ഏരിയയിൽ വന്നിരിക്കുവാണ്. വേദുവും ഡാഡിയും ഫുട്ബോൾ കളിക്കുന്നു. വേദുവിന് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? വേദു ബോൾ അത് മാത്രം അറിയാം. ഡാഡിക്ക് ഇത് കളിക്കാൻ അറിയില്ലല്ലോ അല്ലേ? കളിക്കാൻ അറിയോ? ഏതാ? വേദുവിന്റെ ബിസ്ക്കറ്റ് പ്രിയ കഴിക്കുന്ന കേട്ടാ. വേദുവിന് ഇപ്പൊ കഴിക്കുന്ന ഇതിപ്പോ കൊടുക്കുന്ന മാരിഗോൾഡ് ലൈറ്റ് ആണ്, സാധാരണ ബിസ്ക്കറ്റ് ആണ്. അതാകുമ്പോൾ അധികം ഷുഗറും ഇല്ല, ഫുൾ ഗോതമ്പാണ്. അത് ഉള്ളതിൽ ഹെൽത്തി ബിസ്ക്കറ്റ് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേദു ബിസ്ക്കറ്റ് കഴിക്കുമോ അമ്മയുടെ അടുത്തുനിന്ന്? പോ. അപ്പൊ ഇവിടെ ഭയങ്കര ടൈറ്റ് ഗെയിം നടക്കുകയാണ് ദില്ലുവും ഡാഡിയും തമ്മിൽ. ഇതുവരെ പക്ഷെ ആർക്കും പോയിന്റ് കിട്ടിയിട്ടില്ല. ഡാഡി യെല്ലോ അല്ലേ? ദില്ലു വൈറ്റ്. ഒരു ആരാദ്യമേ ഇടുന്നതെന്ന് നോക്കാലോ. ഒറ്റ പഞ്ചാണ് ഗെയിം. ഡാഡിക്ക് ഇങ്ങനത്തെ ഒരു ചെയർ വാങ്ങിയാലോ, പേപ്പറൊക്കെ വാങ്ങിക്കാൻ. ഒരു ഷർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെയോ? ഈ ന്യൂസ് പേപ്പർ തുണിയില്. എവിടെ? മമ്മി എടുത്ത് കളഞ്ഞാണ്. ടൂ മച്ച് സ്റ്റൈലിഷ് ഡാഡി എന്നൊക്കെ പറഞ്ഞു. ചെന്നൈയിൽ നിന്ന് റെഡിമെയ്ഡ് മേടിച്ചായിരുന്നു. ഞങ്ങളുടെ ബാങ്കോക്ക് ഫാഷനിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ആരോ എടുത്തു. നല്ല. ഇനി ക്യാരംസ് ഉണ്ടല്ലോ, ക്യാരംസ് ഡാഡിക്ക് അറിയോ? ക്യാരംസ് കളിക്കാൻ അറിയാവുന്നു? എനിക്കറിയില്ല. അങ്ങനെയല്ല, മര്യാദക്ക് ടെക്നീക്കൊക്കെ വെച്ച് കളിക്കാൻ അറിയാവുന്നു. ഇന്ദ്രേട്ടൻ ഭയങ്കര കളിയാ. നച്ചു നന്നായി കളിക്കും. ലഞ്ച് ടൈം അല്ല, ലഞ്ച് അധികം ഹെവി ആയി കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ സ്നാക്ക് ഭയങ്കര വിശപ്പെട്ട തണുപ്പായതുകൊണ്ട് നല്ല ഹണി ചില്ലി പൊട്ടേറ്റോ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, ക്രിസ്പിയാണ്. ഓ
ഇത് മിക്കവാറും പ്രിയാൻ ഇത് തീർത്തോളും, ഒരു ടെൻഷനും ഇല്ല. ഇത്രയും ക്വാണ്ടിറ്റി കണ്ടപ്പോൾ തോന്നി കുറേ ഉണ്ടെന്ന്. അധികം സ്പൈസി അല്ല, അധികം സ്വീറ്റും അല്ല, എന്നാൽ എല്ലാം ആവശ്യത്തിന് അത്ര ഉണ്ട്. ഏറ്റവും കംഫർട്ടിങ് ഫുഡ് ഈ തണുപ്പത്ത് കഴിക്കുന്ന പൊട്ടാറ്റോൻ്റെ എന്ത് ഡിഷ് കഴിച്ചാലും ഈ തണുപ്പത്ത് ഭയങ്കര കംഫർട്ടിങ് ആണ്. ഈ ഹണി ചില്ലി പൊട്ടാറ്റോ ഇത്ര ഒരു കിലോ പൊട്ടാറ്റോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ആരാ തീർത്തേ? ആര് ഫോർക്ക് വെച്ച് ആരെയും കൊത്തുന്നത്? ഡാഡി കുറച്ച് ഗ്യാസ് വരട്ടെ ഡാഡി, കഴിക്ക്. പൊട്ടാറ്റോ പ്രോട്ടീനാ എല്ലാം പ്രിയക്ക് എല്ലാം പ്രോട്ടീനാണ്. ചീസ് പ്രോട്ടീനാണ്, പൊട്ടാറ്റോ പ്രോട്ടീനാണ്. അവസാനം കിടന്ന് വയറുവേനെന്നും പറഞ്ഞ് കിടന്ന് തല കുത്തി ചാടും. പ്രിയ തലകുത്തി ചാടരുത് കേട്ടോ ഗ്യാസ് എന്ന് പറഞ്ഞ്. വേദു തലകുത്തി ചാടുവോ ഗ്യാസ് എന്ന് പറഞ്ഞ്? ദേ പോയി തലകുത്തി ചാടുന്നു പറഞ്ഞപ്പോ കാണിച്ചത്. നല്ല ടേസ്റ്റ് അല്ലേ? ക്രിസ്പി, സോസി, ലിറ്റിൽ ബിറ്റ് സ്വീറ്റ്, ലിറ്റിൽ ബിറ്റ് സ്പൈസി, ലൈക്ക് വേദു, ലിറ്റിൽ ബിറ്റ് സ്വീറ്റ്, ലിറ്റിൽ ബിറ്റ് സ്പൈസി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ വീണ്ടും നമ്മൾ ഈ ഹോട്ടലിൽ വിത്ത് ഡിന്നറാണ് എടുത്തത്. കാരണം ഇവിടെ വേറെ വെളിയിലൊന്നും പോയി കഴിക്കാൻ സ്ഥലമില്ല. സോ വിത്ത് ഡിന്നർ പാക്കേജ് ആണ് ഓൾവേസ് റെക്കമെൻഡഡ്. അപ്പോൾ അതാണ് എടുത്തത്. ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് മഷ്റൂം സൂപ്പ് ഉണ്ട്. ഇന്നലെ ചൈനീസ് ആയിരുന്നു, ഇനി ഇന്ത്യൻ ആണ്. അപ്പോൾ തന്തൂരി ചിക്കൻ ഉണ്ട്, പനീർ ബട്ടർ മസാല ഉണ്ട്, ബട്ടർ റോട്ടി ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. എന്തായാലും ഡാഡി ഇപ്പോൾ പിക്കിൾ കഴിച്ചു. നല്ല പിക്കിൾ അല്ലേ? മിക്സഡ് വെജിറ്റബിൾ പിക്കിൾ. തണുക്കുന്നുണ്ടോ ഡാഡി? കുഴപ്പമുണ്ടോ? പ്രിയ നല്ല തണുത്ത് വരയ്ക്കുന്നുണ്ട് പ്രിയയ്ക്ക്. അതുകൊണ്ട് ഇനി എനിക്ക് ടെൻഷൻ എന്താ അറിയോ, ഇനി അങ്ങോട്ട് പോകുന്തോറും തണുപ്പ് കൂടുവാണ്. നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്തു ഇവിടെ ഒന്നും തണുപ്പില്ല, ഇപ്പോൾ സമ്മറായിരുന്നു. എവിടെ നൗ ഇറ്റ്സ് ഇവിടെ ഷേലിൽ ഇപ്പം രാത്രി ഇറ്റ്സ് അറൗണ്ട് 12 degrees Celsius. ദാറ്റ്സ് പ്രിറ്റി കോൾഡ്. അങ്ങോട്ട് പോകുന്തോറും ഷിംല മണാലിയൊക്കെ പോകുന്തോറും ഇറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് റിയലി കോൾഡ്. അപ്പോൾ ഞങ്ങൾ വുളൻ ക്ലോത്ത്സ് ക്യാരി ചെയ്ത് നന്നായി. നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക. നിങ്ങൾ ബാക്കിയുള്ളവരെ നോക്കണ്ട. നമ്മളിപ്പം സമ്മർ സ്ഥലത്ത് നിന്ന് വരുന്ന സ്ഥലം, നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് നിന്ന് വരുന്നവർക്ക് നമുക്ക് തണുപ്പ് അധികം സഹിക്കാൻ പറ്റില്ല. സോ ഞങ്ങളുടെ പാക്കിംഗ് വീഡിയോ കണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്യാൻ നോക്കുക. എന്നാലേ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇവിടുത്തെ വെതറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ് കേട്ടോ. യു ഹാവ് ടു പാക്ക് അക്കോർഡിംഗ്ലി ടു ദ വെതർ. വെറുതെ ഒരു ജീൻസും ഒരു സ്വെറ്ററും ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ യു വിൽ നോട്ട് എൻജോയ് ദിസ് പ്ലേസ്. ഇത് കണ്ടോ, ക്രീം ഓഫ് മഷ്റൂം സൂപ്പാണ്. ശരിക്കും ഇങ്ങനെ തിക്ക് സൂപ്സ് ഒക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോയിങ് സൗണ്ട് പാടില്ല കേട്ടോ. അതാണ് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. നല്ല സൂപ്പല്ലേ ഡാഡി? നല്ല ക്രീമി, നല്ല വാം ക്രീമി തിക്ക് സൂപ്പ്, മഷ്റൂം സൂപ്പ് ഇൻ 12 degrees വെതർ. പെർഫെക്റ്റ്. ആ തണുപ്പത്ത് സൂപ്പ് കുടിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, വേറെ ഒന്നുമില്ല. ആക്ച്വലി തായ്ലൻഡിലെ സൂപ്പിൻ്റെ സ്ഥലമാണ്. ടോമിയങ്കൂങ്ങും ഒരുപാട് ടൈപ്സ് ഓഫ് സൂപ്പ്സ് കിട്ടും. പക്ഷേ അവിടെ ഭയങ്കര ചൂടാണ്. ആ തണുപ്പും കൂടെ ആയിരുന്നെങ്കിൽ തായ്ലൻഡിൽ പോയി സൂപ്പ് കുടിക്കുക. കാരണം അവിടുത്തെ സൂപ്പാണ് ഞാൻ കുടിച്ചില്ലെങ്കിൽ ഒന്ന് ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പ്സ്. പക്ഷെ അവിടെ എപ്പോഴും ചൂടാണ്. എന്നാലും ഞാൻ കുടിക്കും കേട്ടോ, എപ്പോഴും കുടിക്കും അവിടുത്തെ സൂപ്പ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നർ അവസാനിപ്പിക്കാനായിട്ട് ബട്ടർ റോട്ടി ഉണ്ട്, ഫുൾ ബട്ടർ ഗ്ലേസിങ്. അതിന് പിന്നെ ഒരു കുറവില്ലല്ലോ. തന്തൂരി ചിക്കൻ ഉണ്ട്, ഡാഡി കുറച്ച് സാലഡ് എടുക്കുന്നുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബട്ടർ പനീർ. എന്തൊരു ഭംഗിയാ നോക്ക് പനീർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മീൽ അവസാനിക്കുന്ന സ്വീറ്റ് ഖീറിലാണ്. അപ്പോൾ എന്തായാലും നാളെയും കൂടെ ഒരു ദിവസം എക്സ്ട്രാ ആണ് ഞങ്ങൾ ചെയ്യല്. ബട്ട് വി ജസ്റ്റ് ലവ് ദിസ് പ്ലേസ് സോ മച്ച്. വി ഹാവ് ടു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് റിലാക്സ് ആൻഡ് എൻജോയ്. അപ്പോൾ എഗെയിൻ നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു തണുത്ത ദിവസത്തേക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.